നിലമ്പൂർ രാഷ്ട്രീയ സ്ഥിതികളൊക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് രാഷ്ട്രീയ പ്രചാരണങ്ങളൊക്കെ ചേട്ടൻ വിലയിരുത്തിയിട്ടുണ്ടാവില്ലേ? നമ്മളെല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവസാനം കൊട്ടിക്കലാശം ആണ്. അപ്പോൾ ഒരു ഏകദേശ ചിത്രം തെളിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇതുവരെയുള്ള പ്രചാരണമൊക്കെ നോക്കി കാണുമ്പോൾ എന്തായിരിക്കും ഇനി? നമ്മളെല്ലാവരും എല്ലാം നിരീക്ഷകരാണ്. നമ്മൾ പിന്നെ ഒരു മീഡിയ ജീവനക്കാരോ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകരോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ എന്നതിനേക്കാൾ ഉപരി നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പം നമ്മുടെ രാഷ്ട്രീയ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ഈ ഷൗക്കത്ത് ജയിക്കുമെന്നാണ്. എന്ത് തോന്നുന്നു? അല്ലേ, ഷൗക്കത്ത് ജയിക്കുമെന്നല്ലേ തോന്നുന്നു? ഷൗക്കത്ത് ജയിക്കും എന്നതിലുപരി അവിടുത്തെ പ്രചരണത്തിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കോയ്മയായിരിക്കാം ചിലപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത്. എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതല്ല, വെറുതെ ഒരു ദൂരക്കാഴ്ചക്കാരനായിട്ട് ഞാൻ പറയുന്നതല്ല. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു പൾസും കൂടെയാണ്. നമ്മൾ ഇപ്പോൾ വടകര ഷാഫി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ടീച്ചർ ശൈലജ ടീച്ചറായിരുന്നു സ്ഥാനാർത്ഥി. ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് CPM-ന്റെ CC മെമ്പറാണ്. അത്രയും വലിയൊരു ബിംബത്തിനെയാണ് ഒരു യുവ നേതാവിനെ കോൺഗ്രസ് ഇറക്കി, അതായത് VD സതീശൻ ഇറക്കി അവരുടെ ഒരു സ്ട്രാറ്റജി കളിച്ചത്. അല്ലേ? അവരുടെ ഒരു സ്ട്രാറ്റജി, ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയിൽ ആര് ജയിച്ചു? VD സതീശൻ ജയിച്ചു, കോൺഗ്രസ് ജയിച്ചു. അതുപോലൊരു മ്ലാനത വടകരയിലുണ്ടായ ഒരു മ്ലാനത, പാർട്ടിക്കാർക്കിടയിലുണ്ടായ മ്ലാനത നിലമ്പൂർ പാർട്ടിക്കാർക്കിടയിൽ ഉണ്ട് എന്ന് നമ്മളെ കൂടെ ഷെയർ ചെയ്ത സഖാക്കളുണ്ട്. ഇപ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ സഖാക്കളല്ല, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും. നമ്മൾ മാധ്യമത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാവും. അല്ലേ? VV രാജേഷ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നമ്മുടെ സുഹൃത്തായിരിക്കും. പിന്നീട് വേറെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ ഒരു ഉദാഹരണം VV രാജേഷിനെ പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറയും നമ്മൾ BJP-കാരൊന്നല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ അങ്ങനെ ധരിക്കരുത്. അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ അവിടെ നിന്ന് ഒരുപാട് പേര് ലീഡ്സ് തന്നിട്ടുണ്ട്. അവർ തന്നിരിക്കുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ചിത്രമാണ്. വടകരയിൽ എങ്ങനെ ഉണ്ടായിരുന്നോ ഒരു മൂകത, ആ മൂകത LDF ക്യാമ്പിലുണ്ട്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ഷൗക്കത്ത് ജയിക്കുക? അതായത് അൻവർ പിടിക്കുന്ന വോട്ട്, അൻവർ 2 ടേം ആയിരുന്നതാണ്. അൻവർ വോട്ട് ചോദിച്ചു പോകുമ്പോൾ അൻവർ ചോദിക്കുന്നത് എന്തെന്നറിയോ? ഞാൻ 2 ടൈം നിങ്ങളുടെ MLA ആയിരുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ അൻവറിന്റെ മണ്ഡലത്തിലെ ആളാണ്. നിങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസ സംബന്ധമായ ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്. അൻവർ അത് ശരിയാക്കി തന്നു. നിങ്ങളുടെ കുടുംബം അൻവറിന് വോട്ട് ചെയ്യുമോ ഇല്ലയോ? ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ? നമ്മൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ച്, പുരുഷന്മാർക്ക് രാഷ്ട്രീയം ഒരു ഘടകമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒരു ഉപകാരപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ആ ഉപകാരപ്പെട്ടവരൊരു ഓർക്കും. പുരുഷന്മാർ ചിലപ്പോൾ ഭാര്യയും മക്കളും ചെയ്യുകയല്ലേ, എനിക്കിനിയിപ്പോൾ എൻ്റെ പാർട്ടി പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കും. അങ്ങനെ അൻവറിനെ സ്വീകരിക്കുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അൻവറിന് 20,000 വോട്ട് കിട്ടിയെന്ന് വെച്ചോ. അങ്ങനെ ബാക്കി എല്ലാം കൂടെയൊക്കെ കൂട്ടിക്കുഴച്ച് സ്വരാജിന് ഈ പാർട്ടിക്കാർ അതിൽ കുത്തണ കുറേ അടിമകളുണ്ടല്ലോ. ഈ അടിമകളൊക്കെ കുത്തി കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 5,000 വോട്ടിനെങ്കിലും ഇദ്ദേഹം ചിലപ്പോൾ ജയിക്കും. 5,000-ന് മേൽ, ഏറ്റവും കുറഞ്ഞ 2,000 വോട്ട്. കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത് 2,000 വോട്ടിനാണ്. അത് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ തവണ നല്ല മത്സരമായിരുന്നു. ഈ പ്രകാശിന് ഇയാൾ പാലം വലിച്ചിട്ടാണ്, ഈ ഷൗക്കത്താണ് പാലം വലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അൻവർ ജയിക്കാൻ. അതെ, ഈ ഷൗക്കത്ത് ഇതുവരെ പ്രകാശിന്റെ വീട്ടിൽ പോയിട്ടില്ല ഈ നിമിഷം വരെ. ഇന്ന് എം സ്വരാജ് പോയിരുന്നു. അതെ, ഇന്നലെ പോയിരുന്നു എം സ്വരാജ്. ഇന്ന് രാവിലെയാണ് നമ്മൾ വാർത്തകളിലൊക്കെ അത് കാണുന്നത്. എം സ്വരാജ് പോയിട്ട് വന്നിട്ടുള്ള അത് ഒരല്പം അതുകൂടെ നമുക്ക് പറയാം. എം സ്വരാജ് പോയിട്ട് വന്ന് പറഞ്ഞു, ഒരു KSRTC ബസ്സിൽ വെച്ചാണ് ഞാൻ പ്രകാശ് ചേട്ടനെ കണ്ടത് എന്ന് പറയുന്നു. ഇപ്പോഴാണ് എം സ്വരാജ് ആകാശത്ത് നിന്ന്, വിണ്ണിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അല്ലേ? നിങ്ങൾ പറ. അല്ല, അവിടുത്തെ രാഷ്ട്രീയ ചിത്രം ഏകദേശം നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. നല്ല ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഇപ്പൊ പാലക്കാട് കണ്ടതിനേക്കാളും ഭയങ്കരമായിട്ട് കിടക്കുക. പക്ഷെ പാലക്കാട് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ആനപ്പുറത്തിരുന്ന് പറഞ്ഞ് മകന്റെ ഭ്രഷ്ടം കായ്ക്കണമെന്നില്ല. ചുമ്മാ അൻവർ പറയില്ല. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, അൻവർ ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പൊ അൻവറിനെ അറിയാം, ആ നാട്ടുകാരെ അൻവറിനെ കൃത്യമായിട്ട് അറിയാം. നാടല്ലേ? അൻവറിന് പേഴ്സണലി ബന്ധമുണ്ട്. അൻവറിന്റെ വോട്ടായിരിക്കും ഈ ജയപരാജയത്തെ നിശ്ചയിക്കുന്നത്. അത് തീർച്ചയായിട്ടും. അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും രണ്ട് മുന്നണികളുടെ ചങ്കിടിപ്പാണ്. അതെ, 2 മുന്നണിയുടെയും ചങ്കിടിക്കും. കാര്യം നമ്മൾ വിദ്യാർത്ഥികൾ മാത്രമാണ്, അല്ലേ? രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയം ഒരു വലിയ പ്രഹേളികയാണ്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പിടിക്കുന്ന വോട്ട് നിർണായക, അത് ഈ 10 മുതൽ 15 വരെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ നിർണായക ഘടകമാണ്. 10,000 വോട്ട് കൂടുതൽ അൻവർ പിടിച്ചു കഴിഞ്ഞാൽ പാളുക തന്നെ ഭയങ്കര റിസ്ക് ആണ്. ആർക്കാണ് ജയമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മണ്ഡലം മാറി വരുമ്പോൾ അവസാനം ടെൻഷൻ അടിച്ച് മരിക്കേണ്ടി വരും. ചിലപ്പോൾ എം സ്വരാജൊക്കെ ചിലപ്പോൾ ഒരു 2 വോട്ടിനൊക്കെ ചിലപ്പോൾ ജയിക്കും.
2 ഓട്ടം 3 ഓട്ടത്തിനൊക്കെ ജയിക്കും. അത് പിന്നെ കേസും കോടതിയാവും. ഇത് തുടക്കം മുതലുള്ള ചിത്രം നമ്മൾ നോക്കിയാലേ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, എന്തിന് ഈ ആര്യാടൻ ഷൗക്കത്ത് ഇത്രയും ബലം പിടിച്ച് ഈ 8 മാസത്തേക്ക് തനിക്കൊരു MLA സ്ഥാനാർത്ഥിയാകണമെന്ന് പറയാൻ കഴിയും? ആര്യാടൻ ഷൗക്കത്തിന് നിങ്ങളും ഞാനും ഒക്കെ ഒരു വില കൊടുക്കുന്നുണ്ട്. ഞാനൊരു വില കൊടുക്കുന്നുണ്ട്. എങ്ങനെയെന്നറിയോ? ഷൗക്കത്ത് ഒരു കലാകാരനാണ്. തീർച്ചയായിട്ടും ഷൗക്കത്ത് ഒരു കലാകാരനാണ്. ഏതാണ്ട് 50 കഴിഞ്ഞ ഒരു മനുഷ്യരും കൂടെയാണ്. ഇരുത്തം വന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. ഒരുപാട് കളി കളിച്ചതാണ്. ആര്യാടൻ മുഹമ്മദ് നിസ്സാരക്കാരനല്ല. അച്ഛൻ്റെ കളി അടുത്ത് നിന്ന് കണ്ടൊരു മകനാണ്. എന്തിന് 8 മാസത്തേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോയി? അവിടെ ജോയിക്കാൻ ഒഴിഞ്ഞു കൊടുക്കുക. ജയമോ തോൽവിയോ വിഷയമല്ല. തനിക്കൊരു സീറ്റ് കിട്ടിയാൽ പോലെ. ജോയി തോറ്റല്ലോ, നിലമ്പൂർ എനിക്ക് തന്നുകൂടെ എന്ന് അന്തസ്സോടെ ചോദിക്കാമായിരുന്നു. അതെ, അങ്ങനെ ചോദിക്കാമായിരുന്നു. അവിടെ പരാജയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മ അവിടെ പരാജയപ്പെടുന്നു. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട രാഷ്ട്രീയ പക്വതയാണ്. ആ രാഷ്ട്രീയ പക്വത അവിടെ നഷ്ടമാകുന്നു. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് എടുത്തു വരുമ്പോൾ അൻവറിനെ നിർത്തിയില്ല. അൻവറിനെ പിന്നെ ഈ കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ ഇതാണ്. കാര്യം കരുണാകരനൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അൻവർ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞേനെ. കരുണാകരന്റെ ബോഡി ലാംഗ്വേജ് ആണ്, കരുണാകരനിലെ രാഷ്ട്രീയക്കാരനാണ് കെ സുധാകരൻ സംസാരിച്ചത്. കെ സുധാകരൻ പറഞ്ഞില്ലേ, അൻവറിനെ നമുക്ക് കൂടെ നിർത്താം. ഈ ഇലക്ഷൻ പ്രചരണ കാലത്ത് ഒരു വോട്ട് പോലും, ഒരു കച്ചിത്തുരുമ്പിന്റെ വോട്ട് പോലും വിലയുള്ളതാണ്. അല്ലേ? ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ? കൂടെ നിർത്തണമായിരുന്നു. അപ്പൊ അവിടെ തെറ്റുപറ്റി. അപ്പോൾ ഇതിൽ നമുക്ക് ആത്യന്തികമായി കൂട്ടുമ്പോൾ വടകരയിൽ സംഭവിച്ച ഒരു മ്ലാനത സഖാക്കൾക്കിടയിൽ ഉണ്ട് എന്നാണ് അവസാന റിപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, പൊന്നാനിയിലൊക്കെയുള്ള സുഹൃത്തുക്കൾ. ശ്രീരാമകൃഷ്ണന്റെ മണ്ഡലമായിരുന്ന പൊന്നാനി, അവിടെ ഇപ്പം നന്ദകുമാറിനെ ജയിച്ചു. അതും പാർട്ടി വെള്ളം കൂടിയിട്ട് ജയിച്ചതാണ്. ഈ നിലമ്പൂരൊക്കെ പാർട്ടി സീറ്റൊന്നുമില്ല, കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. അവിടെയാണ് ഈ പറയുന്ന കുഞ്ഞാലി ജയിച്ചത് പോലും വേറെ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ക രാഷ്ട്രീയം കളിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. നല്ല A-ക്ലാസ് രാഷ്ട്രീയം. കാര്യം മലപ്പുറത്ത് മുസ്ലിം സമുദായ അംഗങ്ങളുടെ എണ്ണം കുറവുള്ള സ്ഥലമാണ്. കാര്യം 1 ലക്ഷം പേരെങ്ങാണ്ട് ക്രിസ്ത്യൻ വോട്ടുണ്ട്. 1 ലക്ഷം പേര് ക്രിസ്ത്യൻ വോട്ടുണ്ട്. ഈ 1 ലക്ഷം പേര് ക്രിസ്ത്യൻ വോട്ടിൽ BJP അറിഞ്ഞുകൊണ്ടല്ലേ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ ഇട്ടേക്കണേ. അപ്പൊ അതിലൊരു 45,000 വോട്ട് അദ്ദേഹത്തിന് പോയ എന്ത് ചെയ്യും? ബാക്കി 50 ഉള്ളൂ. ഈ 50-ൽ എത്ര പേര് CPM-ന് കുത്തും, എത്ര പേര് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് കുത്തും? ഇപ്പൊ ജാതി മതവും ഒക്കെ വിഷമായിട്ട് മനുഷ്യന്റെ മനസ്സിൽ കൊണ്ട് നടക്കണവരാണ്. അല്ലേ? വോട്ട് മാറും. അതൊക്കെ ഒരു അടിസ്ഥാനമാവും. 1 ലക്ഷം വോട്ട് മുസ്ലിം വോട്ടുണ്ട്. ഈ 1 ലക്ഷം വോട്ട് എത്ര മുസ്ലിം പേർക്ക് മാറിപ്പോവും? മുസ്ലിം കാൻഡിഡേറ്റിന് മാറിപ്പോവും. 1 ലക്ഷം എങ്ങാണ്ട് ഹിന്ദു വോട്ടുണ്ട്. 1 ലക്ഷം അല്ല, അടുപ്പിച്ചെങ്ങാണ്ട് 50,000 കൊണ്ട് ഹിന്ദു വോട്ടുണ്ട്. അല്ലേ? കുടിയേറ്റ കർഷകരിലെ ഏറ്റവും കൂടുതൽ അവിടെ. അപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ 2.25 ലക്ഷം വോട്ട് എങ്ങാണ്ട ടോട്ടൽ ആ മണ്ഡലത്തിലുണ്ട്. ഞാൻ ആദ്യം ഇത് മണ്ഡലം ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വായിച്ചറിവാണ്. 2.25 2.5 ലക്ഷം, ആകെ 2.5 ലക്ഷം ആൾക്കാരെ അവിടെ ഉള്ളൂ. ഈ കാരണം ഓളമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് എനിക്ക് തോന്നുന്നത് നല്ലൊരു മത്സരം നടക്കുകയാണെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ട് അതാണ് ഇവിടുത്തെ ജയപരാജയത്തെ നിശ്ചയിക്കുന്നത്. ജയപരാജയം എന്ന് പറഞ്ഞാൽ ലീഡിനെ നിശ്ചയിക്കുന്നത്. അൻവർ ഇപ്പോൾ ഒരു 15,000 വോട്ടോ 20,000 വോട്ടോ പിടിക്കുകയാണെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി ഷൗക്കത്താണ്. ഷൗക്കത്തെ ജയിക്കുള്ളൂ. കാര്യം അതേ നടക്കുള്ളൂ. കാര്യം M സ്വരാജിന് ജയിക്കാനുള്ള ചാൻസ് കുറവാണ്. സ്വന്തം നാട്ടുകാർക്കൊന്നും സ്വരാജിനെ ഇഷ്ടമല്ല. ഇപ്പൊ പ്രകാശ് എന്ന് പറയുന്ന നേതാവിന്റെ വീട്ടിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അദ്ദേഹം വളരെ ഭയങ്കര മാനുഷിക മുഖമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. ഇവരൊക്കെ മാനുഷിക മുഖം എടുത്ത് അണിയുന്നത് ഈ ഇലക്ഷൻ സമയത്താണ്. അല്ലേ? ഒരു 10 ദിവസമേ ഉള്ളൂ സ്വരാജിന്റെ മാനുഷിക മുഖം നാം കാണാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ സ്വരാജ് നമ്മുടെ മുഖത്ത് വെക്കും. സ്വരാജിനെ നേർക്കുനേർ കണ്ടാൽ ഭൂമിയിൽ നിന്ന് കണ്ണെടുക്കില്ല സ്വരാജ്. ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യനാവണം, എന്നിട്ട് വേണം പിന്നെ ഈ പറയുന്ന പാർലമെന്ററി തലത്തിലോ അല്ലാതെയൊക്കെ വർക്ക് ചെയ്യേണ്ടത്. ഏതായാലും നമുക്കിത്രയേ പറയാനുള്ളൂ. നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് അൻവറിൻ്റെ വോട്ട് ഒരു വലിയ നിർണായക ഘടകമാകും. ജയിക്കുകയാണെങ്കിൽ 5,000 അല്ലെങ്കിൽ 10,000-നകത്തെ വോട്ടിൽ ഇദ്ദേഹം തന്നെ ജയിക്കും. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാര്യം ഭരണ വിരുദ്ധ വികാരം, അതൊറ്റ പോയിന്റ് മാത്രം.